പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തെ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ ദൈവവചനത്തെ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും വചനം അക്ഷരങ്ങളും വാക്കുകളാണ് നമ്മൾ മനസ്സിലാക്കുക. അതല്ല, ദൈവവചനത്തിലൂടെ ദൈവത്തെ മനസ്സിലാക്കുകയും ദൈവവചനത്തിലൂടെ നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വചനം പ്രയോജനമുള്ളതാണ്. അതായത് ദൈവത്തിന്റെ വചനത്തിനകത്ത് രണ്ട് വ്യക്തികളെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ. ഒന്ന് നമ്മെക്കുറിച്ച്, രണ്ട് ദൈവത്തെക്കുറിച്ച്. അപ്പൊ നമ്മൾ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ദാനിയേൽ, ഇവരെ ഓരോരുത്തരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അതെല്ലാം നമ്മെ അവർ പ്രതിനിധാനം ചെയ്തു, അത്രേ ഉള്ളൂ. അബ്രഹാമിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും, ഇസഹാക്കിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും, യാക്കോബിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. യാക്കോബിന് ജീവിതത്തിൽ വിശ്വസ്തനായിരുന്ന പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തനാണ്. അവരുടെ ജീവിതത്തിൽ വീണുപോയി, തെറ്റിപ്പോയി, അവര് കർത്താവിന്റെ പ്രവൃത്തിയും വാഗ്ദത്തങ്ങളെയും മറന്നുപോയിട്ടും അവരുടെ കൂടെ ഇരുന്ന് ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ബോധ്യം തരുന്നതാണ് ദൈവവചനം. അപ്പൊ ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വചനത്തിൽ രണ്ട് വ്യക്തികളെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ. ഒന്ന് നമ്മെക്കുറിച്ച്, രണ്ട് ദൈവത്തെക്കുറിച്ച്. ഇല്ലെങ്കിൽ ഒന്ന് ദൈവത്തെക്കുറിച്ച്, രണ്ട് നമ്മെക്കുറിച്ച്. അപ്പൊ ഇവരിലൂടെയെല്ലാം നമുക്ക് നമ്മെ കാണാൻ സാധിക്കണം. ഇവരിലെല്ലാം പ്രവർത്തിച്ച ദൈവത്തെ നമ്മൾ കാണുമ്പോൾ നമ്മിലും അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ ശക്തനാണ് എൻ്റെ ദൈവം എന്നുള്ള ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. അത്രേ വേണ്ടൂ. അതാണ് ജീവിത വിജയത്തിന് ആവശ്യം. അതാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തെ ഉറപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ്. അപ്പൊ ഇവിടെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വചനം നമ്മളെ ഉറപ്പിക്കുന്നതും നമ്മളെ ധൈര്യപ്പെടുത്തുന്നതുമായ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്, നമ്മൾ തകർന്നു പോയെടുത്ത്, നമ്മൾ വീണുപോയ പലരെയും താങ്ങിയ അതേ ദൈവം. ദാവീദ് വീണുപോയ ആള്. നമുക്കറിയാം, യാക്കോബ് ഉബായി ആയിരുന്ന ആള്. അപ്പൊ അവരുടെയൊക്കെ ജീവിതത്തിൽ ദാവീദ് ഒരിക്കല് പറഞ്ഞ കാര്യമാണ്, ഞാൻ ഈ ശൗലിന്റെ കൈ കൊണ്ട് മരിച്ചു പോകത്തേ ഉള്ളൂ. ദാവീദ് ശൗലിനോട് ചോദിച്ച ചോദ്യമാണ്, യജമാനനെ അങ്ങ് ആരെ തിരക്കി ഇറങ്ങിയിരിക്കുന്നു, ചത്ത നായ് എന്ന ദാവീദിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ദാവീദിന്റെ അകത്ത് ആ ഒരു ചിന്ത വന്നിട്ട് പോലും ദാവീദിനെ കുറിച്ച് കർത്താവ് എന്ത് പറഞ്ഞു, കർത്താവ് അത് നിവർത്തിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഓരോരുത്തരുടെ ജീവിത അനുഭവങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് അതിലൂടെ ലഭിക്കുന്ന ഉറപ്പ് എന്താണെന്നറിയോ? അവരുടെ ജീവിതത്തിൽ വിശ്വസ്തനായിരുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തനാണ്. ആ ബോധ്യം ആ കർത്താവ് നമുക്ക് വചനത്തിലൂടെ തരുന്നത്. അപ്പൊ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകേണ്ട ബോധ്യം അതാണ്. ഇതെന്നെ കുറിച്ച് പറയുന്നത്. അബ്രഹാമിന്റെ പേര് പറഞ്ഞിരിക്കുന്നതുള്ളൂ, പക്ഷേ ഞാനാണ് അതിൽ കാണുന്നത്. ഞാൻ എന്നെ തന്നെ അവിടെ കാണുകയാണ്. അങ്ങനെ കാണുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ ബൈബിൾ ജീവനുള്ള പുസ്തകമാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ അബ്രഹാമിനെ കുറിച്ചോ ദാവീദിനെ കുറിച്ചോ മോശയെ കുറിച്ചോ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കരുത് അതൊക്കെ അവർ ജീവിച്ചിരുന്ന കാലഘട്ടം വേറെയല്ലേ. യെസ്, പക്ഷെ അവരോട് പോലും, ന്യായപ്രമാണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവരോട് പോലും, ആരാ? മോശയോട്, ദാവീദിനോട്, യോശുവയോട്, ദാനിയേലിനോട് ഒക്കെ ദൈവം വിശ്വസ്തനായിരുന്നെങ്കിൽ നമ്മളോട് ദൈവം വിശ്വസ്തനാണ്. ശലോമോൻ, ദാവീദ്, ഇവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നു. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ കാലത്ത് ഉടമ്പടി നിമിത്തം ദൈവം അവരോട് വിശ്വസ്തനായിരുന്നെങ്കിൽ അതേ വിശ്വസ്തത നമ്മളോടും ഇന്ന് പുലർത്താൻ ദൈവം മതിയായവനാ. അപ്പൊ നമ്മൾ ഈ വചനത്തിലൂടെ മനസ്സിലാക്കേണ്ടത്, ഇവരെയൊക്കെ മനസ്സിലാക്കി അബ്രഹാമിന്റെ ജീവിതത്തിന് വിശുദ്ധി നമ്മൾ കണ്ടു, യോസഫിന്റെ ജീവിതത്തിന് വിശുദ്ധി കണ്ടു, നമ്മള് മറ്റു പല പ്രത്യേകതകൾ അവരിൽ കണ്ടിട്ട് ഞാൻ അങ്ങനൊന്നും അല്ല എന്ന് വിലയിരുത്തി നമ്മളെ തന്നെ വീണ്ടും താഴേക്ക് കൊണ്ടുപോകാനല്ല, പകരമായി മനസ്സിലാക്കണം അവരുടെ ജീവിതത്തിൽ വിശ്വസ്തനായ ദൈവം എനിക്കും വിശ്വസ്തനാണ്, എൻ്റെ ജീവിതത്തിലും അവൻ വിശ്വസ്തനാണെന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളിൽ ഉണ്ടാകുന്നത്. ആ ബോധ്യം എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റും. അതെന്നെ വിശ്വസ്തനാക്കി മാറ്റും, എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കും. ഇവിടെ അത് നമ്മുടെ ജീവിതത്തിൽ നാം എടുത്തു വെക്കേണ്ട ചുവടുകളാണ്. ദൈവം എനിക്ക് വിശ്വസ്തനാണ്, എന്നെ കരുതുന്ന ദൈവമാണ്, എന്നെ മാനിക്കുന്ന ദൈവമാണ്, എൻ്റെ ജീവിതത്തിൽ അവൻ വിശ്വസ്തനാണെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും. ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവവചന വായനയുടെ പ്രായോഗിക തലം നമ്മൾ മനസ്സിലാക്കണം. ദൈവവചനത്തെ വായിക്കുമ്പോൾ നമ്മളൊരു പുസ്തകം വായിക്കുന്ന പോലെ വായിച്ചു വിടാതെ, ഇറ്റ് ഈസ് അബൌട്ട് മീ, ഇത് എന്നെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചും എന്നെക്കുറിച്ചും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലായ എന്നെക്കുറിച്ച്. അതാണ് ക്രിസ്തുവിലായ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ദൈവവചനം. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ വ്യക്തിപരമായിട്ട് ഈ വചനം
നമ്മുടെ ജീവിതത്തെ സ്പർശിക്കും. അത് നിശ്ചയമായിട്ടും അത് നമ്മുടെ ജീവിതത്തെ മാറ്റും. അപ്പൊ നമുക്ക് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചത് മോശയെക്കുറിച്ച്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വിശ്വാസത്താൽ മോശയുടെ ജനനത്തിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പം നാൾ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവന് 3 മാസം ഒളിപ്പിച്ച് പാർപ്പിച്ചു. അപ്പൊ അവർക്ക് മോശയുടെ അമ്മയപ്പന്മാർക്ക് ദൈവം നൽകിയ പുത്രൻ, മകൻ, അവനെ കണ്ടപ്പോ അവരൊരു കാര്യം മനസ്സിലാക്കി, നമുക്ക് ഈ കുഞ്ഞിനെ തന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ ദൈവം ഈ കുഞ്ഞിന്റെ കാര്യം നോക്കിക്കോളും. നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ എത്രത്തോളം നമ്മൾ ആകുലരല്ലേ, എത്രയോ കാര്യങ്ങളെ കുറിച്ച് ഓർത്താ പ്രയാസപ്പെടുന്നു. എങ്ങനെ പോകും, എങ്ങനെ ചെയ്യും, എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് ഈസ് ഫെയ്ത്ത് ഇൻ ദ ലോർഡ്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കറൻസി എന്ന് പറയുന്നത് ഫെയ്ത്ത് ഇൻ ദ ലോർഡ്. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് പണം കൊണ്ട് ചെയ്യുന്നതിനപ്പുറമായി വിശ്വാസത്താൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെ പരിശീലിക്കാനായിട്ട് നമ്മൾ അതിന് വിട്ടുകൊടുക്കണം. ഇവിടെ സംഭവിച്ചൊരു കാര്യം ഇതാണ്. മോശയുടെ ജനനത്തിൽ ശിശു സുന്ദരനെന്ന് അവർ കണ്ടു. എങ്ങനെ? വിശ്വാസത്താൽ കണ്ടു. വിശ്വാസം. അപ്പൊ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അല്ല നമ്മൾ നോക്കേണ്ടത്. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ നോക്കണം, ദൈവത്തിലേക്ക് നോക്കണം. ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തിൽ നമ്മുടെ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും അവസ്ഥകളെ കാണുമ്പോൾ ദൈവം അവസ്ഥകളെ മാറ്റാൻ ദൈവം ശക്തനാണ്. ദൈവത്തിനത് സാധ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ഇതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പം കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഒരു 3 മാസം ഒളിപ്പിച്ചു വെച്ചത് വിശ്വാസത്താൽ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. ആ കുഞ്ഞിൽ പ്രത്യേകത കണ്ടു, ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. 24-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. നമുക്കറിയാം, അവന്റെ മാതാപിതാക്കള് അവനെ ഞാങ്ങളുടെ പെട്ടകത്തിനകത്തുണ്ടാക്കി അവനെ നൈൽ നദിയിൽ കൊണ്ടെറിഞ്ഞു. എല്ലാവരും എറിഞ്ഞ പോലെ തന്നെയാണ് എറിഞ്ഞത്. പക്ഷെ അവർ വിശ്വാസത്താലാണ് അത് ചെയ്തത്. അപ്പൊ നമുക്കറിയാം, വിശ്വാസത്താൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ മറ്റെല്ലാവരും കുഞ്ഞുങ്ങളെ അയക്കുന്ന പോലെ വിവാഹം കഴിച്ച് അയക്കും, പഠിക്കാനായിട്ട് അയക്കും, ജോലിക്കായിട്ട് ദൂരദേശങ്ങളിലേക്ക് അയക്കും. ഇവിടെ എല്ലാം അയക്കുമ്പോഴും മറ്റെല്ലാവരും അവരുടെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു. അവരുടെ ഒരു സമയമാകുമ്പോൾ, അവർ മാതാപിതാക്കളാകുമ്പോൾ നമ്മൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തോടു കൂടി അവർ വളർന്ന് പ്രായപൂർത്തിയാകുമ്പോൾ, അവർ ജോലി ചെയ്യേണ്ട സമയം വരുമ്പോൾ, പഠിക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ അവരെ അയക്കും. പക്ഷെ നമ്മൾ അവരെ പുറമെ അയക്കുമ്പോൾ എല്ലാവരും അവരുടെ കുഞ്ഞുങ്ങളെ വെറുതെ കൊണ്ട് നൈൽ നദിയിൽ കൊണ്ടെറിഞ്ഞപ്പോൾ ഈ മോശയുടെ മാതാപിതാക്കൾ വിശ്വാസത്താൽ പെട്ടകത്തിൽ. ഇവിടെ 2 കാര്യമാണ്. ഒന്ന്, അവർ വിശ്വസിച്ചു. 2, വിശ്വാസത്തോടെ പ്രവർത്തിച്ചു. അവർ പെട്ടകമുണ്ടാക്കി പെട്ടകത്തിനകത്ത് അവര് കുഞ്ഞിനെ കിടത്തി. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ലോകത്തിലും ലോക സാഹചര്യങ്ങളിലേക്കും അയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ദൈവവചനം. ആത്മീക ജീവിതത്തിന്റെ പ്രത്യേകത, അതായത് ദൈവത്തോടുകൂടുള്ള ജീവിതത്തിന്റെ പ്രാധാന്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ, പെട്ടകത്തിനകത്താണ് കുഞ്ഞുങ്ങളെങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങൾ മുങ്ങിപ്പോകത്തില്ല. മാത്രമല്ല, നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോട് വിശ്വാസത്തിന്റെ വാക്കുകൾ, ദൈവവചനം പറയും, പക്ഷെ വിശ്വാസമില്ല. നമുക്കറിയാം, ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബ് അവന് ലഭിച്ച കുഞ്ഞുങ്ങളുടെ പേരിന് അവരുടെ പേരിനനുസരിച്ച് യാഗമൊക്കെ അർപ്പിച്ചു. അത് വളരെ ശക്തമായിട്ട് ഇയ്യോബ് ചെയ്തു. യാഗം അർപ്പിച്ചു, പക്ഷെ വിശ്വാസമില്ല. കാരണം അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്: അവൻ ഭയത്തോടെയാണ് അത് ചെയ്തത്. ദൈവത്തിന്റെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പിശാച് പറഞ്ഞൊരു കാര്യമാണ്, നീ അവനുള്ളതിനെല്ലാം ചുറ്റി വേലി കെട്ടി കാക്കുന്നു എന്നാണ്. അപ്പൊ അവനോട് ഒന്നിനെയും പിശാചിനെ തൊടാൻ കഴിയാതെ വണ്ണം ദൈവം പ്രൊട്ടക്ട് ചെയ്തിരിക്കും. 1-ാം അധ്യായം 10-ാം വാക്യം: നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? അപ്പൊ ഇത് പിശാചിന് ഈ രഹസ്യം അറിയാം, പക്ഷെ ഇയ്യോബിന് അറിയത്തില്ല. ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം ഇയ്യോബ് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഒരൊറ്റ കാര്യമുള്ളൂ, ഞാൻ യാഗം അർപ്പിച്ചില്ലെങ്കിൽ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമാവും.
അപ്പൊ യോബിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രൊട്ടക്ഷനും അവന്റെ ജീവിതവും അവന്റെ നിലനിൽപ്പും എല്ലാം അവന്റെ യാഗത്തിലും പ്രവൃത്തിയിലും ആരാധനയിലും ബേസ് ചെയ്താ. അതിലാണ് അവൻ ഉറച്ചു നിൽക്കുന്നത്, അതിലാണ് അവൻ മനസ്സിലാക്കുന്ന കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യോബിന്റെ ജീവിതത്തിൽ നടന്നതായ സംഭവം, യോബിനും അവനുള്ളതിനെല്ലാം ചുറ്റി ദൈവം വേലി കെട്ടിയിരിക്കുക. ദൈവം എല്ലാത്തിനും ചുറ്റും വേലി കെട്ടിയിരിക്കുക. അപ്പൊ എല്ലാത്തിനും ചുറ്റും ദൈവം വേലി കെട്ടി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അതിന്റെ മേലുണ്ട്. ആ ഡിവൈൻ പ്രൊട്ടക്ഷൻ അവിടെ ഉള്ളപ്പോഴും പക്ഷെ യോബ് എന്താ ചെയ്യുന്നതെന്നറിയാം? 5-ാം വാക്യം, എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ചവരെ വരുത്തി ശുദ്ധീകരിക്കും. നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ യോബ് എല്ലാം ഇപ്പോഴും ചെയ്തു പോകുന്നു. അപ്പൊ യോബിന്റെ പ്രശ്നം എന്നറിയാം, യോബ് ഈ യാഗം എല്ലാം ചെയ്യുന്നുണ്ട്, യോബ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ യോബിന്റെ ഉള്ളിൽ ഭയമാണ്, കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നുള്ള ഭയം. ഇവിടെ ഇവർ പെട്ടകം ഉണ്ടാക്കി എന്നുള്ളതല്ല പ്രത്യേകത, നൈൽ നദിയിൽ കൊണ്ടിട്ടു എന്നതുമല്ല പ്രത്യേകത, സമയമല്ല പ്രത്യേകത, സ്ഥലമല്ല പ്രത്യേകത. അവർ ചെയ്തത് വിശ്വാസത്താല ചെയ്യും. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും, ആത്മീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, സ്പിരിച്വലായിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല, ചെയ്യാവുന്നതിനപ്പുറം കാര്യങ്ങൾ ചെയ്യും. പക്ഷേ നാം ചെയ്യുന്ന കാര്യങ്ങൾ ആചാരമായി ചെയ്യും, അല്ലെങ്കിൽ അറിവോടുകൂടെ ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഭയത്തോടുകൂടെ ചെയ്യും. പക്ഷെ മോശയുടെ ജീവിതം സൂക്ഷിക്കപ്പെടാൻ കാരണം ആ ഫറവോന്റെ പുത്രിക്ക് മോശയോട് മനസ്സലിവ് തോന്നിയത് കൊണ്ടല്ല, മോശയുടെ അമ്മയപ്പന്മാർ വിശ്വസിച്ച് ആ പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ് അവിടെ മനസ്സലിവ് പ്രവർത്തിച്ചത്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, ഹല്ലേലൂയ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ വിശ്വാസത്താൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊവിഷൻ അല്ല, പ്രോസ്പെറിറ്റി നിങ്ങൾ കാണും, വർധനവ് നിങ്ങൾ കാണും, സമൃദ്ധി നിങ്ങൾ കാണും. നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രൊവിഷൻ ആൻഡ് പ്രോസ്പെറിറ്റി എന്ന് പറയുന്ന വിഷയം. അപ്പൊ ആ പ്രൊവിഷൻ അപ്പുറമായിട്ട് പ്രോസ്പർ ആകണമെങ്കിൽ ഡു ഓൾ തിങ്സ് ഇൻ ഫെയ്ത്ത്. നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ വിശ്വാസത്തോടെ ചെയ്ത്, വിശ്വാസത്തോടെ കാര്യങ്ങളോട് പ്രതികരിച്ച്, നിങ്ങൾ കാര്യങ്ങളെ വിശ്വാസത്തോടെ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങളുടെ അത്ഭുതങ്ങളെ കാണും. നിങ്ങൾ വിചാരിക്കുന്നവരായിരിക്കത്തില്ല കാര്യങ്ങൾ, നിങ്ങൾ അത്ഭുതങ്ങളെ കാണും, അസാധാരണ അത്ഭുതങ്ങളെ കാണും. ആമേൻ. അസാധാരണമായ അത്ഭുതങ്ങളെ കാണും, അസാധാരണമായ ദൈവപ്രവൃത്തി കാണും, അസാധാരണമായ ദൈവ മഹത്വത്തെ കാണും. എപ്പോഴാണ് നിങ്ങൾ വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യും, വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഇവിടെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, അവർ വിശ്വാസത്താലാണ് അത് ചെയ്തത്. എന്നാൽ യോബിന്റെ ജീവിതത്തിൽ നോക്കിക്കുക, അവൻ യാഗം അർപ്പിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നോ ഫെയ്ത്ത്. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് നേരിട്ടു, ഞാൻ പേടിച്ചത് എനിക്ക് ഭവിച്ചു. 3-ാമത്തെയും 25-ാം വാക്യം. അപ്പൊ യോബ് യാഗമെല്ലാം അർപ്പിക്കുന്നെങ്കിലും ഭയമാണ്. ഇന്ന് അനേകർ ഇവിടെ ഈ മോശയുടെ അമ്മയപ്പന്മാർ കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ കൊണ്ടിട്ട പോലെ ഒത്തിരി പേര് കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടതാണ്. പക്ഷെ ഇവിടെ മോശയുടെ അമ്മയപ്പന്മാർ ചെയ്തത് പെട്ടകം ഉണ്ടാക്കി എന്നതല്ല, രാജാവിന്റെ പുത്രി വരുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയി വച്ചു എന്നതല്ല, അവർ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം വിശ്വാസത്താല ചെയ്തത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വാസത്താലാണ് ചെയ്യുന്നത്? നിങ്ങൾ പ്രൊവിഷന് ഫെയ്ത്ത് വേണമെന്നില്ല, അത് പ്രൊവിഷൻ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ എപ്പോഴാണ് വിശ്വാസത്താൽ കാര്യങ്ങൾ ചെയ്യുന്നത്, അവിടെയാണ് പ്രോസ്പെറിറ്റി വർക്ക് ചെയ്യുന്നത്. പ്രോസ്പെറിറ്റി, നിങ്ങളെ ജോലി ചെയ്യുന്നു, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു, നല്ല കാര്യമാണ്. പക്ഷെ ആ ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾ വിശ്വാസത്താലാണ് ഇടപെടുന്നതെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വർധനവും സമൃദ്ധിയും ഉയർച്ചയും അതിനകത്തുണ്ടാവും. അപ്പൊ ആ ബിസിനസ്സിനകത്ത്, ആ ജോലിക്കകത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ ആ പ്രോസ്പെറിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡു ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ചെയ്ത്, വിശ്വാസത്തോടെ ചെയ്ത്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ യോബിന്റെ ജീവിതത്തിൽ ഭയന്നത് സംഭവിച്ചു, പക്ഷെ മോശയുടെ അമ്മയപ്പന്മാരുടെ ജീവിതത്തിൽ വിശ്വസിച്ചത് സംഭവിച്ചു. ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഓട്ടം, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ പ്രയത്നം ഒക്കെ വ്യർത്ഥമായി പോകാതിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം വിശ്വാസത്തിൽ ചെയ്യും, വിശ്വാസത്തോടു കൂടെ ചെയ്യും.
അപ്പോൾ നിങ്ങളുടെ ജീവിത വിഷയത്തിനകത്ത് നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടിരിക്കും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നിങ്ങൾ അത്ഭുതങ്ങളെ കാണും, ഒരു സംശയം കാര്യത്തിൽ. ഇവിടെ മോശയുടെ അമ്മയപ്പന്മാരുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മൾ തുടർന്ന് കാണുക. ഇയ്യോബിന്റെ ഭയത്തിന്റെ റിസൾട്ടും നാം തുടർന്ന് കാണുക. നമുക്ക് ഇയ്യോബിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ആ വാക്യം, ഞാൻ 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കും. നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റി വേലി കെട്ടിയിരിക്കുന്നു. നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇയ്യോബിന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കുക. ചില ബിസിനസ് സ്ഥലങ്ങള് ലോകത്തിൽ അവരുടെ ഒരു രാജ്യത്ത് എവിടെ പോയാലും അവരുടെ സ്ഥാപനങ്ങൾ കാണും, അവരുടെ ഒരു ബ്രാൻഡ് നെയിം കാണും, അവരുടെ ലോഗോ കാണും. അതൊരു ചെറിയ പട്ടണത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല പറയും, ദേശത്ത്. അതുപോലെ ഇയ്യോബിന്റെ സമ്പത്ത് അത്രയ്ക്കും അളക്കാൻ കഴിയാത്തതായിരുന്നു. അളവില്ലാത്ത നിലയിലുള്ള സമ്പത്താണ് ഇയ്യോബിനുള്ളത്. ഇയ്യോബിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 6-ാമത്തെ വാക്യം. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു. 8-ാമത്തെ വാക്യം. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചു. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും യഹോഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ഭൂമിയിൽ ആരുമില്ല. ഗുണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ട് അകലുന്നവനാണ്. ഇത്രയും ക്വാളിറ്റീസ് പറയാനുണ്ട്, ഇത്രയും ഗുണങ്ങൾ പറയാനുണ്ട് ഇയ്യോബിനെ കുറിച്ച്. ഇതാരാ പറയുന്നത്? വചനം പറയുന്നത് സ്വർഗം പോലും നിന്റെ ദൃഷ്ടിയില് പരിമിതിയുള്ളതാന്നാ പറയുന്നത്. വിശുദ്ധിയല്ല, വിശുദ്ധമല്ലെന്നാ പറയുന്നത് സ്വർഗത്തെക്കുറിച്ചും. അങ്ങനെയുള്ള ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇയ്യോബിന് 4 ഗുണവിശേഷങ്ങൾ പറയുക. നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ട് അകലുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇയ്യോബ് വിശ്വസ്തനാണ്. പക്ഷെ ഇയ്യോബിന് ഒരു പ്രശ്നമുണ്ട്, ഭയമാണ് ഇയ്യോബിനെ നിയന്ത്രിക്കുന്നത്. ഇയ്യോബിന്റെ സമ്പത്തുകളെല്ലാം ഉണ്ട്, പക്ഷെ ആ സമ്പത്തിനെ കാണുമ്പോൾ ഇയ്യോബിന് അകത്ത് ഭയമാണ്. നമുക്ക് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ്. 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. അപ്പോഴാ 1-ാമത്തെ സെന്റൻസ് വളരെ പ്രധാനപ്പെട്ടത്. ഞാൻ പേടിച്ചത് തന്നെ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി വാട്ട് എവർ ഐ ഫിയർ. ഞാൻ എന്താണോ ഭയപ്പെട്ടത്, ദാറ്റ് സെയിം തിങ്. അപ്പം മക്കളെ യാഗമർപ്പിക്കാൻ അവന് ഭയമായിരുന്നു. ആരെങ്കിലും വന്ന് എന്റെ കുഞ്ഞുങ്ങളെ കൊന്നുകളയും. മൃഗസമ്പത്തുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ അവന് ഭയമാണ്, ഇതാരെങ്കിലും കൊണ്ടുപോകും. അപ്പൊ ഇയ്യോബിന്റെ ജീവിതത്തെ സമൃദ്ധിയുടെ നടുവിലും ഭക്തനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു. പക്ഷെ ഇതെല്ലാം അവൻ ചെയ്തത് ഭയത്തിന്റെ ബേസിലാണ്. നമുക്കറിയാം, താലന്തുകളുടെ ഉപമ നമ്മൾ കാണുമ്പോൾ ഒരുവന് 2, ഒരുവൻ 5, ഒരുവൻ 1 താലന്ത് കൊടുത്തു. ഈ താലന്ത് കൊടുത്ത യജമാനൻ പിന്നെ വന്നപ്പോ നിങ്ങൾ വർദ്ധിപ്പിച്ചോ എന്ന് അറിയാനായിട്ട് വന്നിരിക്കും. യജമാനൻ വന്നത് നിങ്ങൾ വർദ്ധിപ്പിച്ചു. കണക്ക് ചോദിച്ചപ്പം 5 ലഭിച്ചവൻ പറഞ്ഞു, കർത്താവേ നീ തന്നതിന് യജമാനൻ നീ തന്നത് വർദ്ധിപ്പിച്ച് ഞാൻ 5 കൂടെ സമ്മാനിച്ചു. 2 ലഭിച്ചവൻ പറഞ്ഞു, ഞാൻ വീണ്ടും വർദ്ധിപ്പിച്ചു. എന്നാൽ 1 ലഭിച്ചവൻ, നീ വിതറാത്തിടത്തുനിന്ന് കൊയ്യുകയും വെക്കാത്തിടത്തുനിന്ന് എടുക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയമുള്ളവൻ എന്ന് അറിഞ്ഞ് ഭയപ്പെട്ടു. അവന് ആ താലന്ത് കൈകാര്യം ചെയ്യാതെ പോയത് കഴിവില്ലാത്തത് കൊണ്ടല്ല, യജമാനനെ ഭയമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്നതിന് നമ്മുടെ സമൃദ്ധി, നമ്മുടെ ജീവിതത്തിനകത്ത് സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനമായി വേണ്ടത് ഭയത്തെ എടുത്തു കളയണം, വിശ്വാസം. എങ്ങനെയാണ് ഭയം പോകുന്നത്? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. അപ്പൊ നമ്മൾ ഭയമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും സമൃദ്ധിയിൽ വാഴാൻ പറ്റത്തില്ല. ഭയം നമുക്ക് നമ്മുടെ സമൃദ്ധിയെ ഇല്ലാതാക്കി കളയും. നമ്മുടെ ഭയം, ഹൃദയത്തിലെ ഭയം.
സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഭയം അകത്തുനിന്ന് പോകണം. ഭയം പോകണമെങ്കിൽ എന്ത് വേണം? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഈ തികഞ്ഞ സ്നേഹം എന്താണ്? പെർഫെക്റ്റ് ലവ്. എന്താണ് തികഞ്ഞ സ്നേഹം? തികഞ്ഞ സ്നേഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വചനത്തില് യോഹന്നാന്റെ ലേഖനത്തിലാണല്ലോ ഈ സ്നേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അവിടെ അതിന്റെ 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 7-ാം വാക്യം, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്നും വരുന്നു. നമുക്ക് ദൈവത്തിൽ നിന്ന് സ്നേഹം വരുന്നത്. തികഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം. ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം. എന്റെ സമൃദ്ധിക്ക് കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ സമ്പന്നനായിരിക്കും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ സമൃദ്ധിയിൽ വാഴും. ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് പുത്രനെ ക്രൂശിൽ തന്നു. ആ തികഞ്ഞ സ്നേഹത്താൽ 2 കൊരിന്ത്യർ ലേഖനം 8:9 പറയുന്ന പോലെ അവന്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നനാകേണ്ടതിന് അവൻ എനിക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. ആ താലന്തുകളുടെ ഉപമയിൽ പറയുന്നത് ഭയപ്പെട്ടിട്ട് മറച്ചു വെച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അകത്തുനിന്ന് ഭയത്തെ എടുത്തു കളയണം. പിശാചിനെ ഭയം, പ്രതികൂലങ്ങളെ ഭയം, ഇതെല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, തീർന്നു പോകുമെന്നുള്ള ഭയം, മറ്റുള്ളവർ എന്തു പറയുമെന്നുള്ള ഭയം. സമൃദ്ധി ഒരുവനിൽ ഉണ്ടാകണമെങ്കിൽ അവനിൽ ആദ്യം സംഭവിക്കേണ്ട കാര്യമാണ് തികഞ്ഞ സ്നേഹം പ്രാപിച്ച് ഭയത്തെ പുറത്താക്കണം. തികഞ്ഞ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഭയത്തെ പുറത്താക്കണം. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് വാഗ്ദത്ത സന്തതി വരുമ്പോൾ ജഡപ്രകാരമുള്ളത് പുറത്തു പോകണം. വിശ്വാസത്താൽ കാര്യം ചെയ്യുമ്പോൾ ജഡപ്രകാരം കാര്യങ്ങളെ കാണരുത്, ജഡപ്രകാരം കാര്യങ്ങളെ ചിന്തിക്കരുത്. ഭയപ്പെടരുത്. നിങ്ങളുടെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വലിയ സാമ്പത്തിക വെല്ലുവിളിയുടെ മുമ്പിലായിരിക്കും. നിങ്ങൾക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാവുന്നതിന് അതീതമായിരിക്കാം നിങ്ങളുടെ വിഷയം. പക്ഷെ ഭയം നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കും. മോശയുടെ അമ്മയപ്പന്മാർ ഭയപ്പെട്ടില്ല, മോശ ഭയപ്പെട്ടില്ല. നമ്മൾ അവിടെ അത് ആ വചനത്തിൽ കാണുന്നുണ്ട്. എബ്രായ ലേഖനത്തില് ആ വാക്യം വ്യക്തമായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ഭയപ്പെട്ടില്ല. അതിന്റെ 11-ാം അധ്യായം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ. സമൃദ്ധി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഭയത്തെ പുറത്താക്കണം. ഭയത്തെ പുറത്താക്കാനായിട്ട് നമ്മുടെ ഒരു ടെക്നിക്കും ഭയത്തെ പുറത്താക്കാനായിട്ട് വർക്ക് ചെയ്യത്തില്ല. പകരം തികഞ്ഞ സ്നേഹത്തിൽ മാത്രമേ ഭയത്തെ പുറത്താക്കാൻ കഴിയൂ. അതായത് നിങ്ങളുടെ ഉള്ളിൽ വിശ്വസിക്കാൻ പറ്റുമോ, എൻ്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹം പെർഫെക്റ്റ് ലവ് ആണ്. പെർഫെക്റ്റ് ലവ്. അവിടെ എന്തില്ല? നിബന്ധനകളില്ല. അവിടെ എന്തില്ല? അവൻ എൻ്റെ ശരീരത്തിലുള്ള അവലോകനങ്ങളില്ല. എൻ്റെ യോഗ്യതയെക്കുറിച്ചുള്ള വിമർശനങ്ങളും ചിന്താഗതികളും അവിടെ ഇല്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. വിശ്വസിച്ചേ, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഈ സാഹചര്യങ്ങളും എനിക്ക് നന്മയായി തീരും, ഈ പ്രതിസന്ധികളും എൻ്റെ നന്മയ്ക്കാക്കി അവൻ തീർക്കും. കാരണം God loves me. God loves me. God loves me. യോബിന് വലിയ സമ്പത്തൊക്കെ ഉണ്ട്, നിഷ്കളങ്കനാണ്, നീതിമാനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. പക്ഷെ ഭയം. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, നിങ്ങൾ ദൈവത്തെ വേണ്ട പോലെ തിരിച്ചറിയണം. ദൈവം സ്നേഹമാണെന്ന് തിരിച്ചറിയണം. ദൈവവചനത്തിലൂടെ മാത്രമേ ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ലഭിക്കും. ആ സ്നേഹത്തിന്റെ ബോധ്യം നമ്മളകത്ത് വരും. നിരാശകൾ മാറിപ്പോകട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാ ചിന്താകുലങ്ങളും മാറിപ്പോകട്ടെ. ദൈവത്തിലുള്ള ഉറപ്പ് നിങ്ങളെ വാഴട്ടെ. നിങ്ങൾ നശിച്ചു പോകത്തില്ലെന്നുള്ള ബോധ്യം നിങ്ങളെ നിയന്ത്രിക്കട്ടെ. ഹല്ലേലൂയ.
പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ട ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഭയം പുറത്തു പോകണം. ഭയം പുറത്തു പോകണമെങ്കിൽ സ്നേഹത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാവും. ഗോഡ് ഈസ് ലവ്. ഗോഡ് ഈസ് ലവ്. ദൈവസ്നേഹം നമ്മളെ കബളിപ്പിക്കുന്ന സ്നേഹമല്ല. ദൈവസ്നേഹം നമ്മളെ നിർബന്ധിക്കുന്ന, അതായത് നമ്മളെ നിർബന്ധിച്ച്, അതായത് നമ്മളെ പ്രഹരമേൽപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ദൈവസ്നേഹം. ദൈവസ്നേഹം ഹല്ലേലൂയ നമ്മളെ അറിയുന്ന, കരുതുന്ന, നമ്മൾ ആയിരിക്കുന്നത് പോലെ നമ്മളെ അംഗീകരിക്കുന്ന ദൈവസ്നേഹമാണ് സ്നേഹം. ആ സ്നേഹത്തിന്റെ ബോധ്യം വരുമ്പോൾ നിങ്ങൾ ഉള്ളതിൽ നിന്ന് ആമേൻ അഭിവൃദ്ധിയിലേക്ക് നയിക്കപ്പെടും, താഴേക്കല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഈ തുടർന്നുള്ള ഈ പഠനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് എനിക്ക് നിശ്ചയമാണ്. ആകയാൽ ബോധ്യത്തോടെ ഇന്നുള്ള കാര്യങ്ങളെ കണ്ട് ഭയന്ന് നിരാശപ്പെട്ട് തളർന്നിരിക്കാതെ ധൈര്യപൂർവം ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ദൈവം എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് മനുഷ്യൻ എന്നോട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വിടിവിപ്പാനും രക്ഷിപ്പാനും എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. ആകെ ഞാൻ ഭയപ്പെടത്തില്ല. ധൈര്യപൂർവ്വം. അതെ, സമൃദ്ധിക്ക് പ്രൊവിഷൻ എപ്പോഴും കിട്ടും. പക്ഷെ പ്രോസ്പെറിറ്റി സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ധൈര്യം പ്രാപിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, ജീവിതത്തിൽ ഭയത്തോടെ കാര്യങ്ങളെ കാണുന്നു. സമൃദ്ധിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, സാമ്പത്തികമായ വിഷയത്തെക്കുറിച്ച് ഭയത്തിന്റെ അടിമപ്പെട്ട് കിടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ഭയത്തിന് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥ മാറട്ടെ. നിന്റെ ധൈര്യം, നിന്റെ സ്നേഹം, നിന്റെ ജീവൻ അവരുടെ ഒഴുകട്ടെ. ആ അവസ്ഥകൾ മാറട്ടെ. നിന്റെ അത്ഭുതമേറിയ കരം അവർക്ക് വേണ്ടി ചലിക്കുന്നതിനായിട്ട് മതി. ആ അവസ്ഥകളുടെ മേൽ നിന്റെ മഹത്വം വെളിപ്പെട്ട് നിൽക്കുന്നതിനായി സ്വന്തം കുടുംബങ്ങളായി, വ്യക്തികളായിട്ട്, കൂട്ടങ്ങളായിട്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായുള്ള മേഖലയിൽ ഞെരുക്കം അനുഭവിക്കുന്നവരുടെ ഈ ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ വെളിപ്പെട്ട് അങ്ങനെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണം. സകല മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തുടർച്ചയായിട്ട് നമ്മൾ പ്രൊവിഷൻ ആൻഡ് പ്രോസ്പെറിറ്റി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇനിയും തുടർന്നുള്ളതും പല എപ്പിസോഡുകൾ അതിനെക്കുറിച്ചുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യരുത്. ഓരോ എപ്പിസോഡുകളും നിങ്ങൾ കാണുകയും നിങ്ങൾ കേൾക്കുകയും ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുക, ഈ ചാനൽ പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ വർദ്ധിക്കുക. ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ ഈ കാണുന്ന ഫോൺ നമ്പറിലൂടെ ഞങ്ങളോട് അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാനും, അതെ, കർത്താവ് വലിയവനാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഉറപ്പോടെ നിൽക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.